ഇറങ്ങിക്കണ്ടു. ഇതിനകത്തൊരു പ്രധാന ഒരു കാര്യം ഞാൻ ചെടികളെല്ലാം പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ വളരെ ചിലതല്ലേ പിടിക്കുമോ? അയ്യോ 3 മാസമായല്ലോ അല്ലേ ചേട്ടാ? എന്നാ ചേട്ടാ പക്ഷേ വേണ്ട നിന്നാ വേണ്ട വേണ്ട വേണ്ട. നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ട നമ്മുടെ സ്വന്തം പത്തനംതിട്ടയായ പത്തനംതിട്ടയിൽ വീണ്ടും പത്തനംതിട്ടയിൽ ഒരു വലിയൊരു പരിപാടി നടക്കുന്നത്, അതായത് ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എന്നാൽ നിങ്ങളിന്ന് കാണിച്ചേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫ്ലവർ ഷോ അങ്ങനെ ഒരുപാട് അതായത് സ്റ്റാളുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. എന്തായാലും നോക്കി ഇതാണ് സംഭവം. നോക്കി എന്ത് രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ കയറുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഒരുപാട് സെൽഫി പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നോക്കി ഇതിപ്പോൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഊട്ടിയിലെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ. അപ്പോൾ വരുന്നുണ്ട് കണ്ടില്ലേ. ഇവിടെ നിങ്ങൾ അറ്റം തൊട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് എന്തൊക്കെ പൂവാണെന്ന് അറിയത്തില്ല. കുഞ്ഞ ഈ പൂവിൻ്റെ പേരറിയോ? അറിയില്ല, എനിക്കും അറിയില്ല. സോ അവർക്കും അറിയത്തില്ല, എനിക്കും അറിയില്ല. അതിൻ്റെ ആളിവിടെ ഇല്ല. എന്തായാലും രസമുണ്ടാ അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആളിനെ ആരും കാണുന്നില്ല, 9 ആയില്ല, അടയ്ക്കാറായില്ലേ. അപ്പോൾ എന്തായാലും രസകരമായിട്ടുള്ള പൂക്കളാണ്. പല വെറൈറ്റിയുള്ള ഐറ്റംസ് ഉണ്ട്. നോക്ക് 1 2 3 1 2 3 കിട്ടിയിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താണ്? പൂവൊന്നുമില്ലാണോ? ഷൗക്കത്ത് അല്ലേ? ഷൗക്കത്ത് ചേട്ടാ നമസ്കാരമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പൂവിൻ്റെ കുറച്ച് ഇവിടെ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. എന്ത് വെറൈറ്റി പൂവുകളുണ്ട്? എന്തുമാത്രം ഉണ്ട്? ഈ കാണുന്ന എല്ലാം വെറൈറ്റി പൂക്കളാണ്. വെറൈറ്റി ആണല്ലേ സംഭവം. ഈ ഇങ്ങേറ്റം തൊട്ട് ഇത് കൊടുക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. ലാസ്റ്റ് അല്ലേ? ഓക്കെ. ആൾക്കാർ കാണാനൊരു സെൽഫി പോയിന്റും കാര്യങ്ങളൊക്കെ ആയിട്ടാ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ജർബറ എന്ന് പറയുന്ന നല്ല ജർബറ എന്ന് പറയുന്ന നല്ല വെറൈറ്റി ചെടിയാണ്. ജർബറ അല്ലേ? പിന്നെ അതേമാതിരി നല്ല ജമന്തികൾ. ആ ഇത് ജമന്തി ഇനമാ. ജമന്തി ഇനമാണ് ഇത് കേട്ടോ. ഇതൊക്കെ അവസാനം കൊടുക്കും തന്നെ. ഇത് പല ടൈപ്പിലുള്ള ഐറ്റംസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ജമന്തി ഐറ്റമാണ്. എന്നാ ഉണ്ട് വായോ. അതെ. അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് കാണേണ്ട ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇതെന്താ ഐറ്റമാ? ജമന്തി അല്ലേ? ജമന്തിയുടെ അല്ലേ? പിന്നെ ഈ കാണുന്നത് അങ്ങോട്ട് റോസ് പ്ലാന്റ്. ഇതെല്ലാം ജമന്തി അല്ലേ? ഇത് ജമന്തി എന്ത് രസകരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഓരോ പേരും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് സ്ക്വയർ, ഇത് ഡയമണ്ട് ടൈപ്പ് ചെയ്തേക്കുന്ന റോസാപ്പൂക്കളുണ്ട്. അപ്പോൾ എന്തായാലും വിശാലമായിട്ടുള്ള ഇതെന്ത് ഉദ്ദേശിക്കുന്ന തീമാ? അത് ഇത് തന്നെ നമ്മളൊരു മോഡലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ജസ്റ്റ് ഒരു മോഡൽ തന്നെ ഉള്ളല്ലേ. അപ്പോൾ എന്തായാലും ഡയമണ്ടും ഒക്കെ ആയിട്ട് നല്ല കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോട്ടോ എടുക്കാം. അല്ലേ എല്ലാം അങ്ങ് ഊട്ടി പോകണം അല്ലേ? എങ്ങനെയുണ്ട് കണ്ടിട്ട്? എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും എവിടുന്ന് വരുവാ? അടുത്ത് തന്നെ. ഓക്കെ. പത്തനംതിട്ടക്കാർ തന്നെ. നമ്മളും പത്തനംതിട്ട അല്ലേ? പത്തനംതിട്ട അല്ലേ? ഓക്കെ. ഇതെന്താ ഐറ്റം? ബിറ്റോണി അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ് കൂടുതൽ വെറുപ്പിക്കുന്നില്ല, ജസ്റ്റ് ഓടിച്ചൊന്ന് കാണിക്കാം. പിന്നെ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് അറേഞ്ച് ചെയ്യാം. നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? സെറ്റപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? സെറ്റപ്പും ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്തിനൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇവിടെയുള്ള ചെക്കന് ചിക്കൻ കഴിച്ചപ്പോൾ തൊട്ട് തൂങ്ങി നിൽക്കുകയാണ്. എന്താണാവേ? ഇത് നമ്മൾ ഇംബീഷ കൊണ്ട് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഇംബീഷ അല്ലേ? ഇംബീഷ കൊണ്ട് സെറ്റപ്പ് ചെയ്തേക്കാം. ഇംബീഷ എന്ന് പറഞ്ഞാൽ എന്തോ സാധനം? പൂവാ. ഇതൊരു തരത്തിലുള്ള പൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇതും ജമന്തി അല്ലേ? ജമന്തി. അപ്പോൾ ഒരുപാട് ഇതെന്തോ സാധനം? ഇൻഡോർ പ്ലാന്റ് അല്ലേ? ചൈന ഡോളുമായിട്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ സെൽഫി പോയിന്റ് ഉണ്ട്. ഇതൊക്കെ സെൽഫി പോയിന്റുകളാണ്. അടിപൊളി സെൽഫി പോയിന്റ്. ഇപ്പോഴാണ്. ഇനി എത്ര ദിവസം വരെ ഉണ്ട് ഇത്? 12-ാം തീയതി വരെ ഉണ്ടല്ലേ? അപ്പോൾ ചേട്ടൻ്റെ വീട് എവിടാ? ശാസ്താംകോട്ട അല്ലേ? ശാസ്താംകോട്ടയിലെ ചങ്കാണ്. അപ്പോൾ വലിയ ദൂരമില്ല, ഇവിടുന്ന് വലിയ ദൂരമില്ല വീട്ടിലോട്ട് പോകാം അല്ലേ? അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും. ഇപ്പോൾ ക്രിസ്മസ് അല്ല, എന്നാലും ക്രിസ്മസ് വീട്ടിൽ കൊണ്ടുവച്ച് ക്രിസ്മസ് സമയത്ത് ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കേട്ട് വരികയാണ് അല്ലേ? നമുക്ക് ഓടിച്ചങ്ങപ്പാം. അത് ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ അത്യാവശ്യം ഓഫറുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓഫറായിട്ട് കൊടുക്കുന്നുണ്ടല്ലേ? പകുതി വിലക്ക്? എൻ്റെ പൊന്നടാവേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? അതിനെപ്പറ്റി പറഞ്ഞില്ല. സെയിൽസ് വെച്ചിട്ടുണ്ടല്ലേ? അപ്പം നമ്മുടെ സൺലേട്ടാണ് ഇതിൻ്റെ സാരഥി. ആരാ സനലെന്നല്ലേ പുള്ളിയുടെ പേര്? സനലെന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ സാരഥി. ആളിവിടെ ഇല്ല. അപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാൽ ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ചുമ്മാ ഒരു രസത്തിന് വിളിച്ചായിരിക്കും കരുതിയത്. പക്ഷേ ഇത്രയും സെറ്റപ്പ് അത് കരുതിയില്ല. അപ്പോൾ എന്തായാലും രസകരമായിട്ടാണ് അറേഞ്ച് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ തന്നെ സെൽഫി ഊഞ്ഞാലല്ലേ? ആടാണ് ഒന്ന് ആടിക്ക്, ഞങ്ങൾ കാണട്ടെ. ഒന്ന് ആടന്നേ. അപ്പോൾ കണ്ടില്ലേ
കൊള്ളാം. കുഞ്ഞിൻ്റെ പേരെന്നാ, സംസാരിക്കുമോ? ഇല്ലല്ലേ? ജുജു ജുജു. എന്നാണ് എൻ്റെ പേരെന്നാ മോടെ? എയ്സൽ. എയ്സലാണോ ഊഞ്ഞാലാണോ? കൊള്ളാം അല്ലേ? വെരി നൈസ് അല്ലേ? പൊളിയല്ലേ? അപ്പോൾ എന്തായാലും പൊളി. നല്ല രസമുണ്ട് കാണാൻ. കുഞ്ഞുങ്ങളും വന്ന് ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് അവരും ആഘോഷിക്കുന്നുണ്ട്. സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലവർ പരിപാടി തീർന്നു. ഇനി അങ്ങോട്ട് AC ആണ്. ഒരു 2 മിനിറ്റ് നമുക്ക് AC ക്കകത്തൂടെ കറങ്ങി ഇറങ്ങാം. കണ്ടില്ലേ? റൗണ്ട് ടേബിൾ. ഇതൊക്കെ എവിടുത്തെ അറിയാം? ലാൻഡ്വുഡാ. ഒരുപാട് അലമാരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നൈസ്. കണ്ടില്ലേ? കൊള്ളാം. വെരി നൈസ്. കൊള്ളാമല്ലോ. ഈ കമ്പനിയാണോ? ഈ കമ്പനി എവിടെ ഉള്ള? ഇത് മലപ്പുറംകാരാ? അതെ, പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷനാണ്. ഫാക്ടറി അല്ലേ? എന്നെ അറിയുമോ? ഇല്ലല്ലേ? മില്ലുകാരെന്ന് പറയും. എനിക്കിതുപോലെ പരിപാടിയുണ്ട്. പക്ഷേ അതിപ്പോൾ ചാനലിലാണതേ ഉള്ളൂ. പ്രവൃത്തിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നിന്ന് എടുത്തു കൊടുക്കുക ഞങ്ങൾ. ഫോട്ടോഗ്രാഫി പാടില്ലെന്ന്, പക്ഷെ ഞാൻ എടുക്കും. ഓക്കെ. എന്തായാലും ഇതൊക്കെ ഈ സെറ്റിനൊക്കെ എന്താ വില വരും? ഇതിപ്പോൾ 39 രൂപ അല്ലേ? നിലമ്പൂർ തേക്കില അല്ലേ? നോക്കിയോ എൻ്റെ പൊന്നളിയ. ആ ഒരു ഗ്രെയിൻസ് ഒരു ടൈപ്പിലല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇതോ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം അല്ലേ? 24 അല്ലേ? വില കുറയോ? ഫോം മാത്രമേ ഉള്ളൂ. ഇത് മേശയും ഇതും കൂടെ അല്ലേ? ഇതെന്തോ വില വരും? ഒന്ന് മറിച്ച് കാണിക്കുമോ? പോട്ടെ. ടിൻ പോട്ടെ. ഓക്കെ. അത് കൊള്ളാം അല്ലേ? എന്താ വില ഇതിന്? 32ഒക്കെയാണ് മാർക്കറ്റ്. കൊടുക്കുന്ന വില പറ. മാർക്കറ്റ് വില എനിക്ക് വേണ്ട. 24,500 അല്ലേ? ഇനി കുറയോ? ഇത് ലാസ്റ്റ് റേറ്റ് അല്ലേ? ഡെലിവറി അല്ലേ? ഓക്കെ. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന റേറ്റ് ആണ്. അപ്പോൾ കട്ടിലൊക്കെയോ? കോമ്പൗണ്ട്. ആ ഒരു ഐറ്റത്തിന് എന്നാ വില ഉണ്ടെന്നുണ്ട്? അത് തടിയാണോ മറ്റേ? HDF ഷീറ്റ് അല്ലേ? എന്നാ വിലയാ? 16 രൂപ അല്ലേ? ആ സൈഡ് ടേബിളോ? ഇതല്ലേ? സംഭവം സെറ്റാണ്. വുഡല്ലേ? 10 ദിവസം ഉണ്ടോ? പാട്ടെ പുഞ്ചിരി. കമോൺ. വീട് എവിടാ? മലപ്പുറം ആണോ? കറണ്ട് ചാർജ് വേറെ കൊടുക്കേണ്ടി വരുമല്ലോ? LED അല്ലേ? ചെറുതാണല്ലേ? അപ്പോൾ എന്തായാലും നല്ല ലൈറ്റൊക്കെ ഉണ്ട്. അതെ, എല്ലാം കൂടെ 67,000 രൂപ. എന്നെ പറ്റി പന്തം കണ്ട പരിച്ചാരി പോലെ നോക്കുന്നു. എന്ത് പറ്റി? ഷട്ടൊക്കെ ഉള്ളാമല്ലോ, പൊളിയാണല്ലോ, റോക്കാന്നല്ലേ? പേരെങ്ങനാ? വിക്കിയുടെ വീട് എവിടാ? ട്രിവാൻഡ്രം അല്ലേ? പൊളി. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു സാധനത്തിന് എന്നാ വിലയാ? ഈ ചെയറിന് എനിക്ക് മാർക്കറ്റ് റേറ്റ് വേണ്ടത്. എനിക്ക് തരുന്ന റേറ്റ് പറ. 16 അല്ലേ? 16 രൂപയുടെ സാധനമാണ്. ഡെലിവറി അടക്കം 16,000. സുഹൃത്തിന്റെ പേരെങ്ങനെ? ഷിംജിത്ത് അല്ലേ? പൊളി. പോട്ടെ. മാർക്കറ്റിംഗ് നല്ല ഭാഗമുണ്ട്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊള്ളാം. ഇതോ പ്രീമിയം സോഫയാണ്. ഇത് പ്രീമിയം അല്ലേ? പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട്. ഇത് നോക്കാം. അത് നമുക്ക് ഷോറൂം പ്രൈസ് 62 മുതൽ 1 സംതിങ് വരെ വരും. ഇവിടെ നമുക്ക് 43 രൂപ. ഇതിന്റെ ഇത് 42. ഓക്കെ. കംഫർട്ട് ഉണ്ടല്ലേ? ഇത് നമ്മള് സ്പ്രിങ്ങിനൊക്കെ പോക്കറ്റ് സ്പ്രിംഗ് നമ്മുടെ ടാറ്റഡ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. പെപ്സിന്റെ ഫോം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്യാരണ്ടി ഉള്ളതാണ്. ഇതിൽ നമുക്ക് റിലയൻസിന്റെ റെക്രോൺ ഒക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ ലിറ്ററലി നമ്മളൊരു 10 വർഷമൊക്കെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഇതൊക്കെ കൊള്ളാം. വളരെ രസമുണ്ട് കാണാൻ. ഓക്കെ. അപ്പോൾ എന്തായാലും നടക്കട്ടെ. ഡൈനിങ് ടേബിളിനൊക്കെയോ? 36 രൂപ അല്ലേ? 6 ചെയറിന്. ആണല്ലേ? ഓക്കെ. എന്നാ പറ്റി? പന്തം കണ്ട പരിച്ചാഴിയെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എന്നാ പറ്റി പറ. ഒരു എങ്ങനെയുണ്ട് കാര്യം? എന്താ പരിപാടി? കത്തിയോ? കിച്ചൺ റൂട്ട്സ് കത്തി, മലപ്പുറം കത്തി, കേരള കത്തി, പത്തനംതിട്ട കത്തി. അതെ. അപ്പം ഞാനൊരു കത്തിയാണല്ലേ? അല്ലേ? ഇപ്പം ഹാപ്പിയല്ലേ? ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, കത്തിയാണ്. അതെ. അപ്പോൾ എന്തായാലും ചേട്ടാ പരിപാടി എന്താ? വേണ്ട. അതെ, കൊള്ളാം. നല്ല പരിപാടി കേട്ടോ. എത്ര അതിന് വില? 4,900. എവിടെ വീട്? ഇത് പ്രൊഡക്റ്റോ? ജാർഖണ്ഡ് അല്ലേ? ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? അപ്പോൾ പേരെങ്ങനായിരുന്നു?
സിബിലല്ലേ പൊക്കോട്ടെ, ഹാപ്പി അല്ലേ? അതെ എടാ മോനെ, ഹാപ്പി എടാ മോനെ അല്ലേ? ഈ ചേട്ടനൊക്കെ പോയി. അപ്പോൾ ഇവിടെ എൻ്റെ ഗ്യാസ് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്യാസ് ഊറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചേക്കാം. ഹായ്, നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? പരിപാടിയൊക്കെ നിർത്തിയോ? ഇതെന്തുവാ? ആയുർവേദ പ്രൊഡക്റ്റാ? ഫുൾ ആയുർവേദം ആക്കുമോ നിങ്ങൾ? സോപ്പ് അല്ല, ഫുൾ ആയുർവേദം ആക്കുമോ? എവിടെ എവിടെ മെയ്ഡ് ഇൻ തൃശ്ശൂരുള്ള തൃശ്ശൂർ? അയ്യോ, പപ്പയാ? ഓമയ്ക്ക? പപ്പായ ജില്ല ഓമയ്ക്ക? ഈ ഓമയ്ക്ക പോലും വെറുതെ വിടത്തില്ല. അല്ല, ഇത് എന്ത് 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 ഇതല്ലേ? ആഹാ, നല്ല കാര്യം കേട്ടോ, നല്ലത് കാര്യം. നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റുകൾ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സംരംഭങ്ങൾ ഇങ്ങനെ വരണം, വന്നു കഴിഞ്ഞാലല്ലേ നല്ല കാര്യം കേട്ടോ. എന്താ സാഫ്രോൺ എന്ന് പറയാൻ മറ്റേ കുങ്കുമപ്പൂ അല്ലേ? ആഹാ, നല്ല കാര്യമായിട്ടോ കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ എന്നെ വില വരുന്നുണ്ട്? 180 അല്ലേ? ഇത് ഹോൾസെയിലാണോ റീറ്റെയിലാണോ? അങ്ങനെ എല്ലാം ഒരു ഇത് തന്നെ, ഒരേ ഇത് തന്നെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് ഡാൻഡ്രഫ് മാറാം അല്ലേ? ആ ഹാ ഹാ, ഇതല്ലേ ഇത് സാധനം അല്ലേ? 3 ദിവസം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നടക്കട്ടെ. അപ്പോൾ സെറ്റ്. ഞങ്ങൾ ഇനിയും ഡാൻഡ്രഫൊക്കെ മാറ്റാവുന്ന സംഭവങ്ങളൊക്കെ, ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞാ യോ രൂപ ഹലോ വയ്ക്കണോ? മഞ്ഞ അലുവ, പച്ച അലുവ, പല അലുവകളുണ്ട്. എവിടുത്താ? കോഴിക്കോടാണോ? ആ, കോഴിക്കോടാണ്. അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട, എൻ്റെ പൊന്നു കഴിയാൻ വയ്യ. എന്നാ എന്നാ വേറെന്താ പറഞ്ഞേ? കോഴിക്കോട് മാങ്കാവ് ഒറിജിനൽ അലുവ. കോഴിക്കോട് മാങ്കാവ്. മാങ്കാവ്? ഓ, മാങ്ങാന്നല്ല, മാങ്കാവ് അല്ലേ? പിന്നെ ധാന്യങ്ങളുണ്ട്. ഇത് നിലക്കടല, കപ്പലണ്ടി, റോസ്റ്റഡ് ആണ്. കാബൂളി, അപ്പോൾ ഒരുപാട് ബീൻസ്. ഇത് 9 ഐറ്റംസ് നവധാന്യം എന്ന് പറയും, മിക്സ്. പിന്നെ ഇതൊക്കെ എന്നാ വില വരുന്നുണ്ട് ഏകദേശം? എല്ലാം ഇത് കാക്കിലോ 150 രൂപ. അങ്ങനെ ഫിക്സ് ആയിട്ട് അല്ലേ? ഓക്കെ. ഇതെന്നെ ഇങ്ങനെ പച്ച ചിപ്സുകളാണ്. റോബസ്റ്റ്, പുതിന. എടുത്തോട്ടെ, എടുത്തു. പുതിന. ഇത് പുതിനയോ? റോബസ്റ്റ് പുതിന. റോബസ്റ്റ് ആയിട്ട് അല്ലേ? ഇത് മധുരക്കിഴങ്ങ്. ഇത് ശീമച്ചക്ക, പുതിന. ശീമച്ചക്ക? പുതിന, ശീമച്ചക്ക ചില്ലി. പിന്നെ ബീട്രൂട്ട്. ബീട്രൂട്ടും എല്ലാ വെറൈറ്റി ഐറ്റംസുകളാണ് ഉണ്ട്. എവിടെ എവിടെ വീട് എവിടെ? ഞങ്ങൾ തൃശ്ശൂർ. പക്ഷേ കോഴിക്കോട് അലുവ നല്ല എഴുതി കമ്പനിയാണ്. കമ്പനി അല്ലേ? ഫ്രം കമ്പനി മെയ്ഡ് ഇൻ കോഴിക്കോട്. വി ആർ ഫ്രം തൃശ്ശൂർ അല്ലേ? ഓക്കെ, പൊക്കോട്ടെ. ഹാപ്പി അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പുസ്തകമാണ്. പുസ്തകമൊക്കെ ഇവിടുത്തെ തന്നെ അല്ലേ? പത്തനംതിട്ടയാണോ? എവിടെ? തിരുവനന്തപുരംകാരാണ്. പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുന്നു, വായിച്ച് പഠിക്കും. ഇതെൻ്റെ അച്ചാറല്ലേ? ഓ, ചോറൊക്കെ കൊണ്ടുവന്നാൽ കൊതിയാവുന്നു സത്യം പറഞ്ഞാൽ. ചോറെടുക്കുക, ടച്ച് ചെയ്ത് പോവുക. ഫുള്ള് ക്രിക്കറ്റിലാണ്. എന്നിട്ട് എവിടെ വീട്? ഗർ? ഓ, ഹിന്ദി അല്ല, മേരൊക്കെ മുझे मालूम नहीं है. ഓക്കെ, അങ്ങനെ ഒരുപാട് നല്ല അച്ചാറുകളുണ്ട്. ഇത് എന്നാ ഇത്? തേൻനെല്ലിക്ക അല്ലേ? ആ, നല്ല തേൻനെല്ലിക്കയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നാം ക്യാ ആപ്കാ? दीपक. घर राजस्थान है? राजस्थान लेके आ रहे हैं क्या? और ये राजस्थान का है? अरे माई, ഇത് രാജസ്ഥാനിൽ നിന്ന് അച്ചാറിട്ട് കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ഇതുണ്ടോ? ഏക്കേ ഈന്തപ്പഴത്തിൻ്റെ ഡ്രൈ ഫ്രൂട്ട് അല്ലേ? ഇത് കണ്ണിമാങ്ങ, ചെറിയ മാങ്ങ അല്ലേ? ഇത് വെളുത്തുള്ളി. ഇവിടെ വന്ന് ടേസ്റ്റിങ്ങിനും നോക്കാൻ പറ്റും. സംഭവം സെറ്റാണ് കേട്ടോ. നോക്കണം, എക് ബാർ ജാക്കെ. അങ്ങനെ വെറൈറ്റി ടൈപ്പിലുള്ള അച്ചാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെയുണ്ട്. കിളിക്കാൻ പറ്റി പറ. ലേറ്റസ്റ്റ് എവിടെ? വീട് എവിടെ? വൈക്കം. ഇപ്പോൾ വന്ന ഇപ്പോൾ റൈറ്റ് നൗ പൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പേരെങ്ങനാ? അഷ്കർ. പൊളി. അഷ്കർ എന്തായാലും പൊളിയാണ്. അഷ്കർ എവിടുന്നാണ് ഇത് കൊണ്ടുവരുന്നത്? മെയ്ഡ് ഇൻ ഇതെല്ലാം കൊണ്ടുവരുന്നത് എവിടുന്ന? രാജസ്ഥാൻ അല്ലേ? രാജസ്ഥാനിയാണല്ലേ? അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ വന്നാൽ വിലക്കുറയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പേരെങ്ങനാ? റിയാസ്. പൊളിയാണ് റിയാസേ, പറഞ്ഞു കേട്ടോ. ചെക്കനാൾ പൊളിയാണല്ലേ? ഓഫറാണല്ലേ? ഫുൾ ഓഫറാണ്. ഫുൾ ഓഫറിന് കൊടുക്കുമെന്നാണ് റിയാസ് പറയുന്നത്. റിയാസ് അല്ലേ? പൊക്കോട്ടെ. അപ്പോൾ എന്തായാലും പൊളിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നമ്മൾ എസ്കേപ്പ് അടിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് സംഭവം. മലപ്പുറം കത്തി. എന്തേ കത്തിക്കാരൻ ചേട്ടൻ എടുത്ത് വീശു. ഏത് കത്തിയാ? മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞ്. എനിക്കൊരു ചോദ്യം, ഈ മലപ്പുറം കത്തി എന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് കാണിക്കാമോ? അങ്ങനെ വല്ലതും ഉണ്ടോ? പാലക്കാട് നിന്ന് വരുന്നത് അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് മലപ്പുറം കത്തി അങ്ങനെ ഇല്ല, പറച്ചില്ലേ ഉള്ളൂ അല്ലേ?
വെറൈറ്റി ടൈപ്പ് ഓഫ് കത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്നാ വില വരുന്നുണ്ട്? 1300 അല്ലേ? വേണ്ട 50 മുതൽ 2200 വരെ അല്ലേ? 50 മുതൽ 2200 വരെയുള്ള സാധനങ്ങളുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും വേണ്ട കിച്ചൻ്റെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ടല്ലേ? ഓക്കെ എല്ലാം വാങ്ങിച്ചോ? എവിടെ വീട് ഇവിടെ തന്നെ വെട്ടിപ്പുറം അല്ലേ? ഓക്കെ, ഡീല് കാണാം. ചിറ്റാറ് ചവിടി തന്നെ ജംഗ്ഷനിൽ തന്നെ പോട്ടെ. എന്ത് പറ്റി? തല്ലാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഓക്കെ, ഇതൊക്കെ എന്തുവാ? പേനയുടെ തോക്ക് അല്ലേ? 20 മെയ്ഡ് ഇൻ 20 അല്ലേ? മെയ്ഡ് ഇൻ 20 rupees ഗൈസ്. ഓക്കെ, കൊള്ളാമല്ലോ. റബ്ബർ ഏത് മറ്റേ ഇന്നലെ ഏതോ ഒരു പടത്തിൽ ചേട്ടൻ്റെ മറ്റേ പഠിക്ക് പോയി ചേട്ടൻ്റെ നാട്ടിൽ റബ്ബറാകും. അപ്പോൾ റബ്ബറാകാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റബ്ബർ കിട്ടും. അപ്പോൾ കുത്താനുള്ള സെറ്റപ്പ് കൊണ്ട് പേൻ പിടിക്കുന്ന മെഷീൻ, പുതിയ തരത്തിലുള്ള മെഷീനാണ്. പേൻ പിടിക്കുന്ന മെഷീൻ അല്ലേ? 20 rupees, ജസ്റ്റ് 20 rupees പിടിക്കും. ഓക്കെ പിന്നെ വരാറ് എന്തൊരു ചോദ്യമാണ്. നമുക്ക് കട്ടിങ് ബേസിക്കുള്ളൂ, അതുപോലെ വരും. ചെടികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാന്താരി അങ്ങനെ ഏതേ എങ്ങനെ മീറ്റർ പയറോ? അതേതാ ഇങ്ങനെ മീറ്റർ പയറോ? 1 മീറ്റർ വരും ഒരു പയർ. ഓ അങ്ങനെ, അതിനും പേരിട്ടിട്ടുണ്ടോ? പുതിന, വേപ്പില, വയലറ്റ് കാന്താരി, ഈ അടുക്കളയിലെ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈ പേരുകൾ ലേഡീസൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പപ്പയ ഉണ്ട്. പപ്പയ ഇപ്പോൾ ഭയങ്കര ഞാൻ മുമ്പ് ഒരു പപ്പയുടെ ഒരു പ്രൊഡക്റ്റ് കണ്ടു. ഇപ്പോൾ ഓമയ്ക്കയുടെ 3 മാസം കൊണ്ടല്ലേ? വെച്ചാൽ 3 മാസത്തിനുള്ളിൽ കളിയല്ലേ? വൻപം കഴിയുമ്പോൾ വലുപ്പത്തല്ലേ? വലിയ പപ്പയുണ്ട്, അപ്പോൾ ചെറിയ പപ്പയുണ്ട്. അപ്പോൾ പോട്ടെ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഈ ലൈവ് ഫ്രഷ് ഐറ്റം ജമന്തി, ടിഷ്യൂ കൾച്ചർ ജമന്തി. എന്തോ ഇതിന് വില? 4 കളർ അല്ലേ? മഞ്ഞ, വെള്ള, ചുവപ്പ്, വയലറ്റ് അല്ലേ? എന്തോ വില വരുന്നുണ്ട്? 100 രൂപ അല്ലേ? പൊളി. ഓക്കെ, പോക്കട്ടെ. ഓർക്കിഡ് ഉണ്ടല്ലേ? അതുകൊണ്ട് ഓർക്കിഡൊക്കെ ഇരിക്കണം. ഓർക്കിഡിൻ്റെ കുഞ്ഞു തൈകൾ ഇരിക്കണം. ഗ്ലാഡിഷ്, ഓർക്കിഡ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഐറ്റം ഉണ്ട്. വിട്ടോട്ടെ. കേട്ടില്ല. വളം ചെടി വളം. ഓക്കെ, ഓരോ സ്പൂൺ ഇടുക ആഴ്ചയിൽ. സെറ്റ്. പൊക്കോട്ടെ. കഴിഞ്ഞു വരുന്ന അതുകൊണ്ടല്ലേ? പേരെങ്ങനെ? സുഹിലല്ലേ? സുജിൽ. ഓക്കെ, ബൈ, കാണാം. ഓക്കെ, ഈ ഫർണിച്ചർ ഐറ്റം ഒക്കെ കേട്ടോ. സാറേ എന്താ പരിപാടി? കപ്പും ഗ്ലാസും ഭരണി അല്ലേ? ഭരണിക്കകത്ത് ഇറക്കും അല്ലേ? അപ്പോൾ കണ്ടില്ലേ, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വളരെ വേഗത്തിൽ നമുക്ക് പോവാം. കാര്യം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാമെന്നുള്ള. അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലേ? എൻ്റെ പൊന്നളിയാ, കുളിക്കണോ? മച്ചാൻ കൂടി മച്ചാൻ എന്താ തരുന്നത് എനിക്ക്? പാഷൻ ഫ്രൂട്ട് എടു മച്ചാൻ, എടുത്തടി കുത്തിപ്പറിക്കും. ഇതെല്ലാം കുത്തി ഇടിച്ചു പൊട്ടിച്ചതല്ലേ? എൻ്റെ ഇത് നോക്കിയേ, ഇത് മറ്റേ പിച്ചിനെക്കാളും ഭയങ്കര കഷ്ടമാണോടാ. കട്ടറിനെക്കാളും ഭയങ്കര കഷ്ടമാണോടാ. റോഡ് മൊത്തം ഇടിച്ച് പറിച്ച് ഒരു രക്ഷയില്ല. ഇപ്പം കാണാം, ഇപ്പം അംഗം കാണാം. ഇപ്പോൾ എനിക്ക് മധുരം കുറച്ചേ, പഞ്ചാരടി കൂടുതലാണ്. അതെ അവനിനി അടിച്ചു പൊട്ടിച്ചിട്ടത് അപ്പോൾ ഇനി ഇവിടെ ഇരിക്കാം. ഒഴിച്ചത് പാഷൻ മുട്ട ഒഴിച്ച് അവനിപ്പോൾ അടിച്ച് തകർക്കാൻ പോവാം. ഫ്രണ്ടിലോ പുറകെ മാറി നിൽക്കുന്നല്ലേ? ഭീകരനാണ്, കൊടും ഭീകരനാണല്ലേ? കൊടും ഭീകരനാണ്. പിടിച്ചേ ഇത് പിടി. കൊടും ഭീകരനാണ്. മാറി ഞാൻ ഇഷ്ടംപോലെ ചെടി നഴ്സറിയും കാര്യങ്ങളൊക്കെ
ഇവിടെ ഉണ്ടല്ലേ ചെടി ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ പിള്ളേരുടെ പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ, സമയം കഴിഞ്ഞു അല്ലേ, ക്ലോസ് ആയി അല്ലേ. അപ്പോൾ അത്യാവശ്യം വന്ന് ചൂടത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് എൻ്റർടൈൻ ചെയ്യാം, പിന്നെ കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. പിന്നെ മാവല്ലേ, എന്നെ പറ്റി ബനാന മാവ്, പഴംമാവ് അല്ല പഴംമാവല്ലേ. മാങ്ങ എന്ന് പറയുന്ന സാധനമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വരാൻ ലേറ്റായിപ്പോയി. എന്തായാലും ഒരുപാട് വെറൈറ്റി മാങ്ങകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോവുകയാണ് ഉണ്ടല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല സാധനമില്ല, തീർന്നു. അത് ഇടിക്കൂല്ലല്ലോ, എനിക്ക് അതാണ് രസം. കടിക്കോ ചിലതല്ലേ, കടിക്കോ? അയ്യോ 3 മാസമായല്ലേ ചേട്ടാ. എന്നാ ചേട്ടാ വിശേഷം? കടിക്കല്ലേ കൊണ്ടുപോയല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് കുതിരക്കുട്ടിയെ കാണാം. 3 മാസം പ്രായമായ കുതിരക്കുട്ടിയാണ്. വരത്തില്ല നിന്നോട് വരും. എടാ നിന്നോട് വരും തമാറ്റ. നിന്നാ വേണ്ട ഏറ്റുമാനൂര് പേരെങ്ങനെ? എന്നെ പറ്റി അല്ല പതുങ്ങിയ സ്വരത്തിൽ ഇല്ല വണ്ടിയാതെ രാജീവ് കേട്ടല്ലേ, ഫുള്ള് സെക്യൂരിറ്റി അല്ലേ. എന്നാ അതെല്ലാം കഴിഞ്ഞു, അതൊക്കെ അങ്ങ് പോയി. കാരണം വീണ്ടും ഒരാൾ കുതിരപ്പുറത്ത് ആഗ്രഹങ്ങൾ സാധിക്കുകയല്ലേ. എന്തെങ്കിലും കയറുന്നുണ്ടോ അകത്തുനിന്ന്? പഴശ്ശിരാജാന്നോ പഴയ എന്തെങ്കിലും മലപ്പുറം കത്തിന്നോ എന്തെങ്കിലും? അങ്ങനെ നമ്മൾ ഇതിനകത്തെല്ലാം കയറി ഇറങ്ങി കണ്ടു. ഇതിനകത്തൊരു പ്രധാന ഒരു കാര്യം, ഞാൻ ചെടികളെല്ലാം പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കാണാൻ പറ്റില്ല. ഇനി എത്ര ദിവസം കൊണ്ടുണ്ട് ഈ ഒരു പരിപാടി? 12-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ 3 അല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസമുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് നല്ല അടിപൊളി ചെടിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, പഴംമാവല്ലേ, പഴംമാവ് അങ്ങനെയുള്ള വെറൈറ്റി പഴംമാവ് അങ്ങനെ വെറൈറ്റി ഒരുപാട് കൃഷി ചെയ്യാൻ തക്ക വിധത്തിലുള്ള മാവ് അയ്യോ സോറി ഓക്കെ കാണാം ഓക്കെ. അപ്പോൾ പഴംമാവ് അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള അതായത് അവക്കാഡോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹാഫ് പ്രൈസിലാണ്. ഇപ്പോൾ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് ഇപ്പോൾ തീരാറാകുന്നതിന് റിലേറ്റ് ചെയ്തിട്ട് ഹാഫ് പ്രൈസിലാണ് കൊടുക്കുന്നത്. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ. ഇത് സ്ഥലം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട നമ്മുടെ ഇന്ദ്രപ്രസ്ഥ ഗ്രൗണ്ട്. അതായത് ഇതിൻ്റെ ഈ ഒരു അഴൂർ റോഡ് നമ്മുടെ അതായത് പത്തനംതിട്ട റിംഗ് റോഡ്, അതായത് മുത്തൂറ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് മനോരമ കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിനോട് ലെഫ്റ്റിലോട്ട് കയറുമ്പോൾ തന്നെ കാണാം ഇതുപോലെ ഇങ്ങനൊരു എക്സിബിഷൻ കാണാം. അങ്ങോട്ട് ഇറങ്ങാം, ഫ്ലവർ ഷോ ആണ്. അപ്പോൾ എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ വന്ന് കാണുക, ഇഷ്ടപ്പെടുക, വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ. ഗുഡ് ബൈ.